നമസ്കാരം സർ. നമസ്കാരം. നാഗ്പൂർ കലാപത്തിൽ ബംഗ്ലാദേശികൾക്ക് പങ്കുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നിയെന്ന് പറയുന്നത് നമുക്കിപ്പോൾ വരുന്ന വാർത്തകളുടെ പുറത്താണ്. അതിനു മുൻപ് നാഗ്പൂരിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ നാൾവഴികൾ ഒന്ന് അന്വേഷിക്കുന്നത് വളരെ പ്രസക്തമാണ്. അത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ എന്തുകൊണ്ട് അതങ്ങനെ ബംഗ്ലാദേശി ബന്ധം അതിനുണ്ടെന്ന് പറയുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ. എന്താണ് നാഗ്പൂരിൽ സംഭവിച്ചത്? ഈ മാർച്ച് 17 ഛത്രപതി സംഭാജി നഗറിലെ ഈ ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗ് ദളും നാഗ്പൂരിൽ ഒരു റാലി നടത്തി. അപ്പൊ ആ റാലിക്കെതിരെ ഇടയിൽ നമ്മുടെ ഈ ഔറംഗസേബിന്റെ കോലം കത്തിക്കുകയും വളരെ ശക്തമായ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന് കഴിഞ്ഞ ഉടൻ അധികം താമസിക്കാതെ ഈ ഒരു വ്യാജ വാർത്ത അവിടെ പരക്കുകയുണ്ടായി. അതായത് ഈ ഛദ്ദാർ എന്ന് പറയും. ഛദ്ദാർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ട അത് ഈ ഗ്രീൻ ഛദ്ദാർ എന്ന് പറയുന്നത് അതിനകത്ത് ഖുർആൻ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ഗ്രീൻ ഈ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തലയിൽ അണിയുന്നത് അവർ മതപരമായി കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ ഇപ്പം മനസ്സിലാക്കുന്ന ഒരു പച്ച വസ്ത്രമുണ്ട്. ഇത് കത്തിച്ചു, അങ്ങനെ ഖുർആനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് വ്യാജ വാർത്ത പരന്നു. സ്വാഭാവികമായിട്ടും അത് കേട്ട മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, ആശങ്കയുണ്ടായി, പ്രതിഷേധമുണ്ടായി. അവർ പെട്ടെന്ന് ഈ മഹൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് നാഗ്പൂരിൽ ഒത്തുചേരുകയും പോലീസുമായിട്ട് ഉന്തും തള്ളുമുണ്ടായി. പെട്ടെന്ന് അത് വളരെ വലിയ ഒരു കലാപമായി മാറുകയും ചെയ്തു എന്നാണ്. പോലീസിനെ ആക്രമിച്ചു. ഏകദേശം 30ഓളം പോലീസുകാർക്ക് പരിക്കുണ്ടായി. മാത്രമല്ല 60ലധികം വാഹനങ്ങൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു, അടിച്ചു പൊളിച്ചു. കടകളും പൊതുസ്വത്തുകളും നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ അത് വല്ലാത്ത ഒരു ലെവലിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മാറി. അത് അനിശ്ചിതമായ പോലീസാണെങ്കിൽ അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചു. 100ലധികം പേരെ അറസ്റ്റ് ചെയ്തു. അത് തന്നെ അതിനകത്ത് പ്രായപൂർത്തിയാകാത്ത 10ഓളം പേരുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല പോലീസിന്റെ ഉയർന്ന പല ഓഫീസർമാർക്കും വലിയ പരിക്കുകൾ പറ്റി. 30ഓളം പോലീസുകാര് കാര്യമായിട്ട് പ്രശ്നമുണ്ടായി. ഈ 100 പേരിൽ അറസ്റ്റ് ചെയ്തതിനകത്ത് ഹഫീം ഖാൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രാദേശിക മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ആരും കേൾക്കാത്തതോ അധികം ചർച്ച ചെയ്യാതെ പോയ ഒരു സംഭവം കൂടിയുണ്ട്. പലപ്പോഴും ചില ഭാഗങ്ങളിൽ മാത്രം വന്ന് ഈ റയറ്റിനിടയ്ക്ക് ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിളിനെ വസ്ത്രം വലിച്ചു കീറുകയും അവരെ വളരെ മോശമായി അവരോട് പെരുമാറുകയും ചെയ്തു എന്ന് റിപ്പോർട്ട്. ഇതിനെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോലീസിന് വളരെ ബുദ്ധിമുട്ടിലാക്കിയ, പ്രധാനമായും പോലീസുമായിട്ടായിരുന്നു ഇതിന്റെ അടി. ഇതിന്റെ കൂടെ ഇരു വിഭാഗങ്ങളും തമ്മിൽ അടിയൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നു. അതിന്റെ വിശദമായ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമല്ല. പോലീസിന്റെ ഭാഷ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അല്ലെ ഔദ്യോഗിക ഭാഷമാണ് ഞാനിപ്പോൾ പറയുന്നത്. നമുക്കതാണ് പറയാം. പക്ഷെ ഇതൊന്നുമല്ല ഇതിന്റെ കാര്യം. ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ഡിജിറ്റൽ പ്രചരണമാണ് ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ, അധികം ആരും അറിയാതെ പോയ ഒരു കാര്യം. 97 സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ മഹാരാഷ്ട്രയുടെ സൈബർ സെല്ല് കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ പലതും ബംഗ്ലാദേശ് IP ആണ്. അതായത് ഒരു ഇതിന്റെ ഉറവിടം, ഒരു മെസ്സേജിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് IP എന്ന് പറയും. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ഒരു കോഡ് ഉണ്ടാവും. എല്ലാ മെസ്സേജുകൾക്കും ഒരു കോഡ് ഉണ്ടാവും. അപ്പോ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഞാനൊരു മെസ്സേജ് ഇപ്പോ മീരയ്ക്ക് അയക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ IP ആയിരിക്കും. അത് കൃത്യമായിട്ട് അതിന്റെ വിവരം സൈബർ പോലീസിന് കിട്ടും. ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് 97 സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ബംഗ്ലാദേശി IP ആണെന്ന് പോലീസ് ഒരു ഞെട്ടലോടുകൂടി തിരിച്ചറിയുന്നു. ഇനി അതിലുപയോഗിച്ച ഭാഷ എന്തായിരുന്നു? ഇതൊരു ബംഗ്ലാദേശിൽ ഉപയോഗിക്കുന്ന ബംഗാളി. ഇപ്പം നമുക്കറിയാം മലയാളം തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്നത് പോലെയല്ല കൊല്ലത്ത് ഉപയോഗിക്കുന്നത്. അത് അതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന പോലെ അല്ല എറണാകുളത്തോ കോഴിക്കോടോ കാസർഗോഡോ മലയാളം ഉപയോഗിക്കുന്നു. അതിന് ഒരു പ്രാദേശികമായ ചൊവയുണ്ടാവും.
ഇങ്ങനെ Right. ബംഗാളി ഭാഷ ബംഗ്ലാദേശിലും ബംഗാളി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ബംഗാളിൽ ഉപയോഗിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോ ബംഗാളി ഭാഷയിലാണ് പല മെസ്സേജുകളും ഈ നാഗ്പൂരിൽ പടർന്നത് എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന സൈബർ പോലീസിന്റെ കണ്ടെത്തലാണ്. മാത്രമല്ല അവയിൽ ഉപയോഗിച്ച ഭാഷ ഇന്ത്യയിലെ ബംഗാളിയല്ല, ബംഗ്ലാദേശിൽ ഉപയോഗിക്കുന്ന തരം ബംഗാളി ഭാഷയാണെന്നുള്ളത്. അടുത്തൊരു ചോദ്യം, ബംഗ്ലാദേശി ഭാഷയിലുള്ള എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതിനകത്ത് AI ചാറ്റ് ബോട്ടുകളും ഇതൊക്കെ ഉപയോഗിച്ച്, അതായത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെക്കാനിസം ഉപയോഗിച്ചാണ് പല മെസ്സേജുകളും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിരവധി തെറ്റായ മത തീവ്രവാദം അല്ലെങ്കിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് അവർ ഖുറാൻ ഭാഷ്യം നശിപ്പിച്ചു എന്നുള്ള വ്യക്തമായ ഒരു പ്രചരണമാണ് ഉണ്ടായത്. അതാണ് ഇത്രയും വയലൻസ് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുവാൻ കാരണം. ഇത് ഇന്ത്യയിൽ നിന്നല്ല ഉത്ഭവിച്ചത്, വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ബംഗ്ലാദേശിൽ നിന്നാണ് ഇതിന്റെ പ്രഭാവം. പിന്നെ പലരും അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു മാത്രമല്ല, അതിനകത്തൊരു ഒരു മഹാമോശമായ ഒരു മെസ്സേജും കൂടെ ഉണ്ടായിരുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്, കൂടുതൽ കാര്യങ്ങൾ ഇനിയും വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രചരണം നടന്നു കഴിഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കത്തി പടർന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇത് വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, പിന്നെ ഇൻസ്റ്റാഗ്രാം റീലുകൾ വഴി ഇങ്ങനെയൊക്കെ അത് കത്തി പടർന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില അക്കൗണ്ടുകൾ ബോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന, ബോട്ടുകൾ എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആണ്. അതായത് ബോട്ടുകൾക്ക് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒരേ സമയം സൈമൾട്ടേനിയസ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് അയക്കാൻ പറ്റും. അപ്പൊ സൈബർ വിദഗ്ധർ കരുതുന്നത് ഇതൊരു വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു കോർഡിനേറ്റഡ് പ്രചരണമായിരുന്നു എന്നുള്ള. 10 FIR സൈബർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, ഇതിനകത്ത് പൂട്ടിയിട്ടുണ്ട്, കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 34 അക്കൗണ്ടുകൾ ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ തെറ്റായെന്നുള്ളതെന്ന്? ഒന്ന്, നമ്മുടെ സർക്കാർ നമുക്ക് തെറ്റുപറ്റിയത് തെറ്റാണെന്ന് സമ്മതിക്കണം. വ്യാജ സന്ദേശങ്ങൾ ഇങ്ങനെ പടരുന്നത് തടയാനായില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിന്റെ ഒരു വീഴ്ചയാണ്. മാത്രമല്ല, നാഗ്പൂരിൽ സംഭവിച്ചത് സൈബർ പോലീസ് ഇത് അറിഞ്ഞുവെങ്കിലും ഗ്രൗണ്ടിലുള്ള പോലീസിനെ ഇത് അറിയിക്കുന്നതിൽ വലിയൊരു വീഴ്ച ഉണ്ടായി എന്നാണ് മറ്റൊരു നിഗമനം. മാത്രമല്ല, ഇപ്പൊ ഖുറാനെ അപമാനിക്കുന്നതായിട്ട് അല്ലെങ്കിൽ മോശമാക്കുന്നതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായെന്നുള്ള ഒരു വ്യാജ പ്രചരണം വ്യാജമാണെന്ന് സമയത്തിന് ജനങ്ങളെ അറിയിക്കുന്നതിൽ പോലീസിനോ അല്ലെങ്കിൽ അധികാരികൾക്കോ വീഴ്ച പറ്റി എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ തുടക്കത്തിലുണ്ടായിരുന്ന റാലിയിൽ, അതായത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജരംഗ ദളിന്റെയും സമയത്തുണ്ടായിരുന്ന റാലിയിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായതിനെ ഫലപ്രദമായി തടയാനായില്ല. അതിന്റെ കൂട്ടത്തിൽ ഈ മെസ്സേജുകളും കൂടെ പ്രചരിച്ചതാണ് വലിയ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ പൊതുവെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ പൊതുജനങ്ങളെ കൃത്യമായ വിവരം അറിയിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ സർക്കാരിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകം ശ്രദ്ധ അറിയുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഒരു പരിഹാരം? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തേക്ക് ഇന്ന് സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു ആക്രമണമാണ്. ഇതൊരു സൈബർ ആക്രമണമാണ്, അല്ലെങ്കിൽ സൈബർ ടെററിസമായിട്ടാണ് ഇന്ന് ഇതിനെ പോലീസ് കാണുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും? ഇതൊരിക്കലും മനുഷ്യന് കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ബഹുഭാഷകളിൽ, ഉദാഹരണത്തിന് ഹിന്ദി, മറാത്തി, ബംഗാളി, ഉറുദു ഭാഷകളിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാനുള്ള, അതായത് നമുക്കറിയാലോ AI എന്ന് പറയും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവ ഉപയോഗിച്ച് ഇങ്ങനെ വിവിധ ഭാഷകളിൽ, ഒരു ഭാഷകളിൽ മാത്രം പോരാ, ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് ബംഗാളിയിലാണ് ഇപ്രാവശ്യം കത്തിപ്പടർന്നത്. അപ്പോൾ ഇത്തരം വിവിധ ഭാഷകളിൽ ഇതിനെ നിരീക്ഷിക്കാനുള്ള സൈബർ സെക്യൂരിറ്റി സംവിധാനം പോലീസിന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ പ്രസക്തമാണെന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. മാത്രമല്ല, വിദേശ IP അഡ്രസ്സുകളിൽ നിന്നും ഇത്തരം വിദ്വേഷപ്രകാരമായ പ്രചരണങ്ങൾ ഉണ്ടായാൽ അതിനെ ഇഫക്റ്റീവായിട്ട് തടുക്കുവാനുള്ള ഒരു സംവിധാനം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ, എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ഇന്നിപ്പം അന്ന് നാഗ്പൂരിൽ സംഭവിച്ചത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. മാത്രമല്ല, ഒരു പ്രാദേശിക കമ്മ്യൂണിറ്റി ഇന്റലിജൻസ് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതായത് ഒരു ലോക്കൽ ഏരിയയിൽ ഒരു പ്രശ്നം കത്തിപ്പടരുമ്പോൾ അതിനെ ഇഫക്റ്റീവായിട്ട്
മുളയിലെ കണ്ടുപിടിക്കുവാനും അതിനെ തടയാനുമുള്ള സംവിധാനങ്ങൾ ഇപ്പോഴില്ല. അത് ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ഒരു ആവശ്യവും നിരീക്ഷകർ പറയുന്നു. മാത്രമല്ല, ഈ മതവികാരം വ്രണപ്പെടുത്തുന്ന വ്യാജ വാർത്തകളെ എങ്ങനെ തടയാമെന്ന് പൊതുജനങ്ങളെ നേരത്തെ തന്നെ ബോധവാന്മാരാക്കേണ്ടതിന്റെ ഒരു വലിയ പ്രസക്തിയും. ഇതൊരു പൂർണ്ണമായും വ്യാജ വാർത്തയായിരുന്നു. അത് കേട്ടവര് ഇത് വ്യാജ വാർത്ത ആണെന്നറിയാതെയാണ് പലപ്പോഴും പ്രകോപിതരായത്. അതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതിർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം സൈബർ ആക്രമണങ്ങൾ ഇന്ത്യയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതും വലിയ ഒരു ഞെട്ടലുള്ള കണ്ടുപിടുത്തമാണ്. ഇത്തരം ഒരു സംവിധാനങ്ങൾ ഇതിന് മുമ്പ് അങ്ങനെ നടന്നതായിട്ട് പറയപ്പെടുന്നില്ല. അപ്പൊ ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു പ്രതിഷേധ റാലി ഉണ്ടായാൽ ആ സമയത്ത് ഉപയോഗിക്കാനായി കരുതി വച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. മാത്രമല്ല, ഈ നമുക്ക് ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ കത്തിപ്പടരാന്, അത് മാത്രമല്ല രാജ്യവ്യാപകമായി ഒന്നും കത്തിപ്പടരാൻ ഒരു പ്രയാസവുമില്ല എന്നുള്ളതൊരു നമ്മളൊരു തിരിച്ചറിവാണ് ഈ നാഗ്പൂർ സംഭവം നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളിൽ മതപരമായ വിള്ളലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ തടയണമെന്ന് സർക്കാരുകളും ജനങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഒരു ആഭ്യന്തര സ്ഥിരതയെ, ഇപ്പൊ ഇങ്ങനത്തെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമാണ്. അപ്പൊ നമ്മുടെ ആഭ്യന്തരമായ സ്ഥിരത, സാമ്പത്തികമായ പുരോഗതി, രാജ്യത്തിന്റെ ആഗോളത്തിലുള്ള ഒരു പ്രശസ്തി, ഇതിനൊക്കെ കോട്ടം തട്ടാൻ സാധ്യതയുള്ള കലാപമാണ് ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കലാപങ്ങളുടെ പ്രസക്തി നാം തിരിച്ചറിഞ്ഞ് ഇതിനെ എന്ത് വില കൊടുത്തും തടയിടേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളെ ഒരു ദേശീയ സുരക്ഷാ ത്രെട്ടായിട്ട് അല്ലെങ്കിൽ ഒരു വെപ്പണായിട്ട് മാറ്റുന്നതിന് എതിരെ നാം കരുതിയിരിക്കുന്നു. മാത്രമല്ല, ഈ ഇന്നത്തെ കാലത്ത് ജിയോഗ്രാഫിക് ടാഗിങ് എന്നൊക്കെ പറ്റും. വിദേശത്തു നിന്ന്, നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്തുള്ള മെസ്സേജുകൾ, ഇത്തരം അപകടം പിടിച്ച മെസ്സേജുകൾ വരികയാണെങ്കിൽ അതിനെ കണ്ടെത്താനുള്ള ഒരു മാർഗം ഉണ്ടാകണം. അതിപ്പോൾ ഇല്ല. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം വാർത്ത കേൾക്കുകയാണെങ്കിൽ അതിൽ പ്രകോപിതരാകാതെ ഇതിന്റെ സത്യസ്ഥിതി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം അതിനകത്ത് പ്രതിഷേധിക്കാൻ പോലും നമ്മൾ തുനിയാൻ. അല്ലെങ്കിൽ ഇത്തരം കലാപങ്ങൾ എവിടെ വേണമെങ്കിലും ഉണ്ടാകും. ഇപ്പൊ നാഗ്പൂരിലുണ്ടായ കലാപത്തിൽ നിന്നുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്താണ്? 100ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ കാര്യം വലിയ പ്രശ്നമാണ്. അവർ പ്രകോപിതരായി പോയി എന്നുള്ളത് സത്യമാണ്. പ്രകോപിപ്പിച്ചത് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശക്തികളാണ്. അവരതിൽ പെട്ടു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. ഇത്തരം വ്യാജ വാർത്തകൾ കേൾക്കുമ്പോൾ അതിൽ പെട്ടെന്ന് വിശ്വസിച്ച് പ്രകോപിതരായി പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ സാധാരണ ജനങ്ങളും തിരിച്ചറിയേണ്ട ഒന്നാണ്. അതിപ്പോ അതിനകത്ത് ജാതിയും മതവും ഒന്നും വ്യത്യാസമില്ല. ആരായാലും ഇത്തരം പ്രകോപിതരായി പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ